കേരളം ലഹരി മാഫിയയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. പുകഞ്ഞില്ലാതാകുന്ന യുവത്വത്തെയാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നതെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ലഹരി കേസുകളിൽ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്ക് കേരളത്തിലാണെന്നും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ ശിക്ഷാ നിരക്ക് 98% മുകളിലാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. ലഹരി ഉപയോഗം വർദ്ധിച്ചതാണ് കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും പെരുകാൻ കാരണമെന്ന് പ്രമേയം അവതരിപ്പിച്ച രമേശ് ചെന്നിത്തല അതിനിടെ വിഷയം അവതരിപ്പിക്കുന്നതിനിടെ മുഖ്യമന്ത്രിക്ക് നേർക്ക് നടത്തിയ മിസ്റ്റർ പ്രയോഗം പിണറായി വിജയനെ പ്രകോപിതനാക്കി. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെ പറ്റി അവിടെ പറയാറുണ്ട്. ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം. കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല. സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത്? ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്? ഇതോടെ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. ഒപ്പമുള്ളവനെ തോൽപ്പിച്ചേ മതിയാകൂ എന്ന ചിന്താഗതിയിലാണ് പുതുതലമുറയുടെ വളർച്ചയെന്ന് പ്രമേയത്തിന് മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി. ഒപ്പമുള്ളവർ ശത്രുക്കളാണെന്ന മനോഭാവമാണ് വളർത്തുന്നത്. ഡിജിറ്റൽ അഡിക്ഷനിലൂടെ ഓരോരുത്തരും അവരവരുടെ സ്വകാര്യ ലോകങ്ങളിൽ ഒതുങ്ങുകയാണെന്നും മുഖ്യമന്ത്രി. ലഹരിക്കും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കും എതിരെ ഒറ്റക്കെട്ടായ ചെറുത്തുനിൽപ്പിന് ആഹ്വാനം ചെയ്താണ് 2.5 മണിക്കൂർ നീണ്ട ചർച്ച അവസാനിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം.